ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് 1-1 ഫംഗ്ഷനും 1-2 ഫംഗ്ഷനും. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്താണ്. ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്താണ്? ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണെന്ന് പറഞ്ഞു. If a function is said to be invertible if and only if it is 1-1 and 1-2. ഒരു ഫംഗ്ഷൻ 1-1 1-2 ആണ്, ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ 1-1 1-2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം വർക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. State with reason whether following functions have inverse. State with reason whether the following functions have inverse. ഈ പറയുന്ന ഫംഗ്ഷനുകൾക്ക് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ചില ഫംഗ്ഷനുകൾ ഞാനിവിടെ എഴുതും, അതിന് ഇൻവേഴ്സ് ഉണ്ടോ, ഇൻവേഴ്സ് എടുക്കാൻ പറ്റുമോ, ഇൻവേഴ്സ് എടുക്കാൻ പറ്റൂലേ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഫ്രം 1 2 3 4 to 10. Set with f is equal to 110, 210, 310 and 410. ഈ കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റ് 1 2 3 4 എന്ന് there are 4 elements in the first set and only one element in the second set. 1 10നോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, 2 10നോട് തന്നെ. അപ്പൊ തന്നെ ഇത് 1-1 അല്ലാതെ, കാരണം every elements are related to different, every x elements are related to different y elements. അതായത് എല്ലാ x എലമെന്റും വ്യത്യസ്തമായിട്ടുള്ള y എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ 1-1 ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ 1 10നോടാണ്, 2 10നോടാണ്, 3 10നോടാണ്, 4 10നോടാണ്. every x elements are related to 10, so it is not 1-1. It's not 1-1. It's not 1-1. ഇത് 1-1 ഫംഗ്ഷൻ അല്ല. സോ ഇറ്റ് ഈസ് an invertible ഫംഗ്ഷൻ. അതായത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ അല്ല, നമുക്ക് ഇത് ഇൻവേഴ്സ് എടുക്കാനില്ല. 1-1 ഫംഗ്ഷൻ അല്ലാതായി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി 1-2 ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1-1 1-2 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എടുക്കാൻ കഴിയുള്ളൂ. ഇത് 1-1 ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിയും. അതായത് every x elements are related to the only one y element 10, so it is not 1-1. അത് 1-1 അല്ല, therefore it isn't an invertible function, so we can't take the inverse of that function. നമുക്ക് ഇൻവേഴ്സ് എടുക്കാനും പറ്റത്തില്ല, എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ഇൻവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. Then second question, G from 5 6 7 8 to 1 2 3 4.
with G is equal to 54637482. Now we'll check here. ഇതിന്റെ ഇൻവേഴ്സ് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എടുക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 5 is related to 4. 7 is also related to 4. 5ഉം 4ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, 7ഉം 4ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഫംഗ്ഷൻ 1 1 അല്ല. കാരണം 4 എന്ന് പറയുന്ന y എലമെന്റ്സുമായിട്ട് 2 x എലമെന്റ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നു. കാര്യം 4ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു 5, 4ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു 7. So it is not 1 1. Therefore, it isn't an invertible function and we can't take the inverse of that function. അത് invertible function അല്ല എന്ന് മാത്രമല്ല അതിന്റെ ഇൻവേഴ്സ് എടുക്കാനും പറ്റത്തില്ല എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. H from 2 3 4 5 to 7 9 11 13. Then H is equal to 2 7 3 9 4 11 and 5 30. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ 2 is related to 7, 3 is related to 9, 4 is related to 11 and 5 is related to 30. Every x elements are related to different y elements. So the function is 1. So the function is 1. So the function is 1. Then we check the range of this function. നമ്മൾ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എടുക്കുക. Range means, what is range? Range means the y elements of a relation is called, the set of y elements of a relation is called the range of that function. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എങ്ങനെയിരിക്കും? ഇതിന്റെ y elements ഏതൊക്കെയാണ്? 7, 9, 11 and 13. 7, 9, 11 and 13. ഒന്ന് നോക്കി. 7, 9, 11, 13 എന്ന് പറഞ്ഞത് the second set participated in this relation. ഈ റിലേഷനിൽ പങ്കെടുത്തിരിക്കുന്ന രണ്ടാമത്തെ സെറ്റ് മൊത്തത്തിൽ റേഞ്ച് ആയിട്ട് കടന്നു പോകും. സോ ദ ഫംഗ്ഷൻ ഈസ് 1 2. The function is 1 2. അപ്പം ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് 1 1 ആണ്, 1 2 ആണ്. The function is 1 1 and 1 2. Therefore, it is invertible and we can take the inverse of that function. അപ്പോൾ ഇത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണ്. കാര്യം 1 1 1 2 ആണ്. നമുക്ക് അതിന്റെ ഇൻവേഴ്സ് എടുക്കാനും പറ്റും. Then another question. Test exercise 1-3. Test exercise 1-3. Question number 6. Function from closed interval negative 1 1 to r. Given by f of x is equal to x by x plus 2.
ഈസ് 1 1. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം -1 to 1 ടു റേഞ്ച് ഓഫ് എഫ്. അത് നമുക്ക് അവിടെ വയ്ക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയും ഫംഗ്ഷൻ -1 to 1 ദാറ്റ് എക്സ് എലമെന്റ്സ് എന്ന് പറയുന്നത് ആർ ലിമിറ്റഡ് ടു ക്ലോസ് ഇന്റർവൽ -1 to 1. -1 to 1 എന്ന് പറഞ്ഞാൽ -1 ഉം 1 ഉം അതിനുള്ളിലുള്ള എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ആയി വരും എക്സ് എലമെന്റ്സ്. വൈ എലമെന്റ്സ് എന്ന് പറഞ്ഞത് റിയൽ നമ്പേഴ്സ് ആയിട്ട് എല്ലാ റിയൽ നമ്പേഴ്സും വൈ എലമെന്റ്സിലും കണക്ട് ആയിരിക്കും. അതായത് -1 to 1 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എക്സ് എലമെന്റ്സ് ആയിട്ടും ടോട്ടൽ റിയൽ നമ്പേഴ്സ് വൈ എലമെന്റ്സ് ആയിട്ടും വരുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ അതിൻ്റെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എസ് പ്ലസ് 2 എന്നാണ്. നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ, ഇത് 1 1 ആണ്. എങ്ങനെ ചെക്ക് ചെയ്യും? ഹൗ ക്യാൻ വി ചെക്ക് ദ ഫംഗ്ഷൻ ഈസ് വെദർ 1 1 ഓർ നോട്ട്, 1 1 ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അപ്പോൾ നോക്കാം. ഫസ്റ്റ് ടേക്ക് f of x1 equal to f of x2. First we take f of x1 equal to f of x2. നമ്മൾ ആദ്യം f of x1 equal to f of x2 എന്ന് നോക്കാം. എന്നിട്ടോ put x1 instead of x in the left side and put x2 instead of x in the right side. x ന് പകരം x1 ഇടതുവശത്തും x ന് പകരം s2 വലതുവശത്തും കൊടുക്കും. x1 by x1 plus 2 okay, then cross multiplication. x1 into s2 plus 2 is equal to s2 into x1 plus 2. Okay. Then x1 s2 and x1 s2 cut ചെയ്തു. Then 2x1 equal to 2s2. 2 and 2. x1 is equal to s2. Finally, we get x1 is equal to s2. So x1 is equal to s2 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ f of x1 equal to f of s2 എന്ന് തുടങ്ങിയിട്ട് x1 equal to s2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം the function is 1 1. The function is 1 1. Therefore the function is 1 1. Therefore the function is 1 1. Did you understood? അതിൻ്റെ കൂടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചേക്കുന്നത് ഇങ്ങനെ, ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഫ്രം -1 to 1 cos interval to range of f. And inverse എടുക്കാനാണ് പറഞ്ഞത്. How can we find out the inverse of that function? Inverse means first we take f of x is equal to x by x plus 2. X is equal to f of x is equal to x by x plus 2. We studied in the earlier classes y is equal to f of x. നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട് y is equal to f of x എന്നാണ് ഫംഗ്ഷന്റെ ജനറൽ ഫോം. y is equal to f of x. So f of x ന് പകരം നമുക്ക് കൊടുക്കാം y എന്ന് കൊടുക്കാം. y is equal to x by x plus 2. Y is equal to x by x plus 2. Then cross it.
y into s plus 2 is equal to x xy 2y x. Then x ഉള്ളതെല്ലാം നമ്മൾ ഒരു സൈഡിലാക്കി മാറ്റും. xy പ്ലസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 2y അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2y. Then put x common from two terms. x ന് പുറത്തെടുത്ത് നിങ്ങൾ എടുക്കും y minus 1 equal to minus 2y. Then x is equal to minus 2y by y minus 1. X is equal to minus 2y by y minus 1. Then that is x is equal to ഈ മൈനസിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. So 2y is equal to y minus 1 is change into 1 minus y. That is the inverse of this function. X is the inverse of function y. Okay. That is f inverse is equal to 2y by 1 minus y. That's the answer. That is the inverse of this function. Function that inverse എന്ന് പറയും. You understood? മനസ്സിലായിട്ടാണ് ഒന്ന് വിശ്വസിക്കുന്നത്. Exercise 1-3 question number 7. Test exercise 1-3 question number 7. Consider function from real number to real number. R to R, R into R. X members real numbers are, y members real numbers are. Real number real number like function. Consider ചെയ്താൽ f of x is equal to 4x plus 3. F of x is equal to 4x plus 3 എന്നാണ് ഇതിന്റെ ഫംഗ്ഷൻ. Okay. The question ഇങ്ങനെ show that f is invertible. f invertible ആണോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു if a function is said to be invertible if and only if it is 1 1 and 1. ഒരു ഫംഗ്ഷൻ 1 1 ഉം 1 2 ആണെങ്കിൽ മാത്രമേ അത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആവൂ. സോ we check whether the function is 1 1 and 1. ഈ ഫംഗ്ഷൻ 1 1 ഉം 1 2 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. f of x1 equal to f of x2. First we take f of x1 equal to f of x2. Then what? x1 instead of x in the left side and s2 instead of x in the right side. x ന് പകരം x1 ഇടതുവശത്തും x ന് പകരം s2 വലതുവശത്തും കൊടുക്കും. Okay. And 4x1 plus 3 is equal to 4x2 plus 3. Finally, we get x1 equal to s2. That is, it's an one-one function. It's a one-one function. We prove the function is 1. Function 1-1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നിട്ട് ഇത് 1-1 തെളിയിക്കട്ടെ. നമ്മൾ ചെയ്ത പ്രവൃത്തി ഇങ്ങനെ y is equal to f of x. Y is equal to f of x. Then
y is equal to 4x plus 3. f of x ന് നമ്മൾ y കൊടുക്കും. y is equal to 4x plus 3. Then 4x is equal to y minus 3. X is equal to y minus 3 by 4. X is equal to y minus 3 by 4. Then put the value of x instead of x in this y in this equation. Okay. Y is equal to f of x. X in പകരം y minus 3 by y minus 3 by 4 is equal to 4. X minus y minus 3 by 4 plus 3 plus 3. Okay. Then 4 and 4 y minus 3 plus 3 is equal to y. That is y is equal to f of x. F of x is equal to unity y unity. F of x is equal to y unity. Therefore it is 1 2. And the inverse of this function is f inverse is equal to y minus 3 by നമ്മൾ ചെയ്തു. ഈ ഫംഗ്ഷൻ 1 1 ആയി 1 2 ആയി. therefore it is 1 1 and 1 2, so it is invertible. ഫംഗ്ഷൻ 1 1 1 2 ആയതുകൊണ്ട് അത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണ്. മാത്രമല്ല അതിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ക്ലിപ്പ് ഇനിയും വലുതായാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഇത് നിർത്തുകയാണ്. അടുത്ത ദിവസം ഇത് ബാക്കി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കിട്ടുന്നതാണ്. ഓക്കെ. ഞാൻ ചോദിച്ചാൽ ഫസ്റ്റ് എടുക്കണോ സാറ് പറഞ്ഞാൽ എന്താണ് സാറ് പറഞ്ഞാൽ അടുത്തെടുക്കാം സാറ് പറഞ്ഞാൽ